ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് റേഷൻ കടയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. അതായത് ഇനി മുതൽ റേഷൻ കടകളുടെ വിതരണം പരിമിതപ്പെടുത്തുകയാണ്. ഇനി മുതൽ റേഷൻ കടകളിൽ നിന്ന് റേഷൻ വിതരണം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇനി റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ സെസ് അടയ്ക്കേണ്ടി വരും. സെസ് അടയ്ക്കാത്തവർക്ക് റേഷൻ കിട്ടില്ല എന്നർത്ഥം. മഞ്ഞ നിറത്തിലുള്ള കാർഡ് ഉപഭോക്താക്കളും പിങ്ക് നിറത്തിലുള്ള കാർഡ് ഉപഭോക്താക്കളും നീല നിറത്തിലുള്ള കാർഡ് ഉപഭോക്താക്കളും വെള്ള നിറത്തിലുള്ള കാർഡ് ഉപഭോക്താക്കളും ഇനി മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ മണ്ണെണ്ണ വിതരണം റേഷൻ കടകൾ വഴിയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ അതിന് പഞ്ചായത്തുകൾ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇനി മുതൽ ഒരു പഞ്ചായത്തിൽ 2 റേഷൻ കടകളിൽ നിന്നും മാത്രമേ മണ്ണെണ്ണ ലഭിക്കുകയുള്ളൂ. ഇതുവരെ റേഷൻ കടകളിൽ നിന്നും ലഭിച്ചിരുന്ന മണ്ണെണ്ണ ഇനി ലഭിക്കണമെങ്കിൽ ഈ മണ്ണെണ്ണ ലഭിക്കുന്ന ആ കടകളിൽ നിന്നും മാത്രം വാങ്ങേണ്ടി വരും. അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളെല്ലാം ഈ റേഷൻ കടയിൽ നിന്നും ആളുകൾ വാങ്ങാൻ തുടങ്ങിയാൽ അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ള റേഷൻ കടകളിലെ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് മറ്റുള്ള റേഷൻ കടകൾ പൂട്ടേണ്ടി വരുമെന്ന് അർത്ഥം. കാരണം മണ്ണെണ്ണ ലഭിക്കുന്ന കടകളിൽ നിന്ന് എല്ലാ ആളുകളും വാങ്ങാൻ തുടങ്ങിയാൽ, കാരണം ഒരു പഞ്ചായത്തിൽ 2 റേഷൻ കടകളിൽ നിന്ന് മാത്രം മണ്ണെണ്ണ ലഭിച്ചാൽ എല്ലാ ആളുകളും മണ്ണെണ്ണ ലഭിക്കുന്ന ഭാഗത്ത് നിന്നാണ് റേഷൻ വാങ്ങുക. അല്ലാതെ മണ്ണെണ്ണയ്ക്ക് ഇവിടെയും മറ്റുള്ള റേഷൻ കടകളിൽ മറ്റുള്ള സാധനത്തിനും ആരും പോവില്ലല്ലോ. ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ള റേഷൻ കടകൾ പൂട്ടേണ്ട അവസ്ഥയിലാവുമെന്നാണ് റേഷൻ കടകളുടെ സംഘടനകൾ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് അതൊരിക്കലും അനുവദിക്കില്ലെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മണ്ണെണ്ണ വിതരണം ഒരു റേഷൻ കടയും ഏറ്റെടുക്കില്ലെന്നാണ് അവരുടെ വാദം. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ ഉത്തരവാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് റേഷൻ വ്യാപാര മേഖലയിൽ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇതിന് റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച് അതിന് പകരം മറ്റെന്തെങ്കിലും പരിഹാരം കണ്ടെത്തി സഹകരിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുകയുണ്ടായി. നിലവിലുള്ള ഉത്തരവിൽ മഞ്ഞ നിറത്തിലുള്ള കാർഡുടമകൾക്കും പിങ്ക് നിറത്തിലുള്ള കാർഡുടമകൾക്കും 3 മാസത്തിലൊരിക്കലാണ് 1/2 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നത്. ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 2 കടകളിൽ നിന്ന് വാങ്ങുന്നത് റേഷൻ കടകളെ 2 തട്ടിലാക്കാനുള്ള നീക്കം ഒരിക്കലും അനുവദിക്കില്ല. അതുപോലെ തന്നെ ഇനി മുതൽ നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും 1 രൂപ നിരക്കിൽ സെസ് എല്ലാ മാസവും അടയ്ക്കേണ്ടി വരും. സെസ് അടച്ചില്ലെങ്കിൽ റേഷൻ കടകളിൽ നിന്ന് റേഷൻ സാധനം ലഭിക്കില്ല എന്നർത്ഥം. അതായത് ഇത് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് ഈ സെസ് പിരിക്കുന്നത്. അതായത് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിയുടെ അതായത് GR അനിലിൻ്റെ നേതൃത്വത്തിൽ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് 24 വർഷമായിട്ട് സർക്കാർ റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിലേക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ല. കൂടാതെ 14,000-ൽ പരം റേഷൻ വ്യാപാരികൾ പ്രതിമാസം 200 രൂപ റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിലേക്ക് നൽകുന്നുണ്ട്. റേഷൻ വ്യാപാരികൾ അവരുടെ ക്ഷേമനിധി അംഗത്തിന് 1,500 രൂപയും അതുപോലെ തന്നെ മാരകമായ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പരമാവധി ഒരു തവണ 25,000 രൂപയും നൽകുന്നുണ്ട്. പെൻഷനും ചികിത്സയും വേണ്ട അത്ര കിട്ടാത്തതിനാൽ ഇനി ക്ഷേമനിധി ബോർഡിലേക്ക് 1 രൂപയും അടയ്ക്കില്ലെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്.